അയ്യോ മര്യാദക്കാണെ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. അമ്മ ഇനി ഒരിക്കലും കരയാൻ പാടില്ല. എനിക്ക് ജോലിയല്ലേ കിട്ടിയത്. അമ്മയെ ഞാൻ ഇനി പൊന്നുപോലെ നോക്കും. സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും മടിയിലിരുത്തി വാരിക്കൊടുത്ത ഭക്ഷണം തങ്ങളെ വാർദ്ധക്യത്തിൽ തട്ടിക്കളിക്കാനുള്ള ആരോഗ്യമാണെന്ന് മനസ്സിലാക്കാൻ എന്നെ പോലെ കുറെ അമ്മമാർക്ക് കഴിയാതെ പോയിട്ടുണ്ടാവും. ഒരു പ്രായമായ സ്ത്രീയല്ലേ, ഇത്രയും ബുദ്ധിയും ബോധമുള്ള നിങ്ങളത് ചെയ്യാമോ? ഇങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതൊക്കെ പിന്നെ പറയാം സാർ. ജോൺ സക്രിയ സാർ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്നെ തടയാൻ കഴിയില്ല. എനിക്ക് എൻ്റെ അമ്മയെ കാണണം. അമ്മേ, അയ്യോ 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 അയ്യോ.
സെക്ഷനിലാണ്. എൻ്റെ പൊന്നമ്മയ്ക്ക് എന്ത് കളർ ഡ്രസ്സാണ് വേണ്ടേ? എൻ്റെ മോൻ എടുത്തു തരുന്നതെല്ലാം ഈ അമ്മയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ സുന്ദരി അമ്മ. ഈ സ്നേഹം വൃദ്ധസദനത്തിലാക്കുന്ന സമയം എൻ്റെ മോനുണ്ടായിരുന്നില്ല. അമ്മ, അതൊന്നും ഓർത്ത് ഇനി അമ്മ വിഷമിക്കരുത്. അങ്ങനൊരു സംഭവമേ ഇനി ഉണ്ടാവില്ല. അമ്മ വാ, നമുക്ക് തുണി നോക്കാം. എന്തെടുക്കാനായിരുന്നു? സെറ്റുമുണ്ട് മതി. സെറ്റുമുണ്ടും മതിയല്ലേ? ഇതോ? മതി. ഇത് ഇഷ്ടപ്പെട്ടോ? ആ, ഇത് രണ്ടും എടുത്തോ. അമ്മയ്ക്ക് വേണോ അത്? സാറിന് അമ്മയെ വിട്ടുതരാൻ ഞങ്ങൾക്ക് സന്തോഷമാണ്. ആരും ദേവിയമ്മയെ ചോദിച്ച് വരാറില്ല. പറയുന്ന കാശ് മാസം മാസം ഞങ്ങളുടെ അക്കൗണ്ടിൽ വരാറുണ്ട്. 2 വർഷമായിട്ട് ഈ അമ്മയെ കാണാൻ മകനോ മരുമകളോ ആരും തന്നെ വരാറില്ല. സാറേ, ഇതൊരു ഓൾഡ് ഏജ് ഹോമാണ്. ആർക്കും വേണ്ടാതെ പട്ടിയെ തള്ളും പോലെ കൊണ്ടുവന്ന് തള്ളും. അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് സുഖമാണോ എന്ന് പോലും ഒരാളും ചോദിച്ചു വരാറില്ല. അങ്ങനെയുള്ള അവർക്ക് ദേഷ്യം കൂടും. മുന്നിൽ നിൽക്കുന്നവരോട് ദേഷ്യം കാണിച്ചു എന്ന് വരും. ആ ദേഷ്യത്തിൽ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. അങ്ങനെ പിന്നെ പിന്നെ അവരുടെ മനസ്സ് കയ്യിൽ നിന്നും വഴുതി പോകാൻ തുടങ്ങും. കാണുന്നവരെയൊക്കെ സ്വന്തം മോനായും മോളായും കണ്ടു തുടങ്ങും. ഈ അമ്മയെ ഞാൻ കൊണ്ടുപോവാം. ആരെങ്കിലും അമ്മയെ ചോദിച്ചു വന്നാൽ ഒന്ന് എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. അമ്മയെ ഞാൻ ഭദ്രമായി തിരിച്ചേൽപ്പിക്കും. അതുവരെ ഞാൻ നോക്കിക്കോളാം എൻ്റെ ഈ അമ്മയെ. എല്ലാ ജീവജാലങ്ങൾക്കും വേദനയും വിഷമവും ഒരുപോലെ. എല്ലാവർക്കും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. ചിലപ്പോഴൊക്കെ മനുഷ്യനത് മറക്കുന്നു. മക്കൾ നഷ്ടപ്പെടുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന വേദന നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മോനെ. അടുത്തില്ലാതിരിക്കുമ്പോൾ ഉള്ളിലൊരു തേങ്ങല, അതിങ്ങനെ തളം കെട്ടിക്കിടക്കും. മക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന എനിക്കറിയില്ലമ്മേ. പക്ഷേ അച്ഛനും അമ്മയും ഇല്ലാത്തതിൻ്റെ വേദന വേണ്ടോളം അനുഭവിച്ചവനാ ഞാൻ. എൻ്റെ മോന് ഈ അമ്മയില്ലേ? ഇനി അമ്മ വിഷമിക്കാൻ പാടില്ല, സന്തോഷിക്കണം. ഓരോ നിമിഷവും എൻ്റെ അമ്മയ്ക്ക് സന്തോഷം മാത്രം മതി. ചിരിക്കമ്മേ, എൻ്റെ അമ്മ ചിരിക്കേ. ആ ആ ചിരിക്കമ്മേ. ആ
എന്തിനാ മോനെ ഇതൊക്കെ? കഴിക്കേ. മതി. എന്താ അമ്മേ, എന്തു പറ്റി? 3 നേരം ഭക്ഷണം കഴിക്കുന്നവന് ഭക്ഷണം കിട്ടാത്തവന്റെ വിശപ്പറിയില്ല. ഭക്ഷണം വേസ്റ്റാക്കി വലിച്ചെറിയുന്നവർക്ക് വിശപ്പകറ്റാൻ മണ്ണ് തിന്നുന്നവന്റെ കഷ്ടപ്പാടും വേദനയും അറിയില്ല. അവരുടെ ക്രൂരത കാരണം ഞാനൊരു ദിവസം അവിടെ നിന്ന് ചാടാൻ ശ്രമിച്ചു. പിടിക്കപ്പെട്ടപ്പോൾ അവരെന്നെ ഭക്ഷണം തരാതെ 2 ദിവസം പട്ടിണിക്കിട്ടു. ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എൻ്റെ കയ്യും കാലും കുഴഞ്ഞ് ബലമില്ലാതാവും. അതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്കെൻ്റെ നിയന്ത്രണം വിട്ടു. അതുകൊണ്ടാ ഒരവസരം വന്നപ്പോൾ ഞാൻ ആ വാർഡിൻ്റെ തലയ്ക്കൊരെണ്ണം കൊടുത്തത്. അതിന് അവളെന്നെ... അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നമുക്കതൊരു സ്വപ്നം പോലെ മറന്നു കളയാം. അമ്മ കഴിക്കമ്മേ. അമ്മേ, എനിക്കൊരു IT കമ്പനിയുണ്ട്. എൻ്റെ കമ്പനിയും ബിസിനസ്സും ഒക്കെ അങ്ങ് ബാംഗ്ലൂരാ. അമ്മയ്ക്ക് ബാംഗ്ലൂരൊക്കെ ഇഷ്ടാവോ? അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ്സൊക്കെ ഇവിടേക്ക് മാറ്റാം. നമുക്കൊരു വീട് മേടിക്കാം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഈ സ്ഥലങ്ങളൊക്കെ വിട്ട് നമുക്ക് എവിടേക്കും പോകണ്ട. എനിക്ക് എന്നും എൻ്റെ ഈ അമ്മയുടെ സന്തോഷമാണ് വലുത്. എൻ്റെ സന്തോഷം നോക്കി മോൻ്റെ ബിസിനസ് ഒന്നും കളയണ്ട. എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും കൊഴിഞ്ഞു വീഴാൻ നിൽക്കുന്ന ഒരു ഉണക്കയില. ആ ഉണക്കയിലയ്ക്ക് വേണ്ടി നമുക്കേ മോൻ്റെ ബിസിനസ് ഉള്ള സ്ഥലത്തേക്ക് പോകാം. അമ്മയുടെ സന്തോഷം അത് മാത്രം എൻ്റെ ലക്ഷ്യം. അമ്മ ഇനി വിഷമിക്കാൻ ഞാൻ അനുവദിക്കില്ല. അപ്പൊ നമ്മൾ ബാംഗ്ലൂർക്ക് പോകും. ആദി, ഡേ കെയറിൽ നിന്ന് മോനെ എടുക്കണം. അതിന് നേരത്തെ ഇറങ്ങണം കേട്ടോ. അതേതായാലും നടന്നു തന്നെ. ഇന്ന് മദേഴ്സ് ഡേ ആണ്. നീ കണ്ടതല്ലേ ഇവിടെ കോൺഫറൻസ് ഹോൾ ഒരുക്കുന്നത്. അയാൾക്ക് വട്ടാണ്. അമ്മയോടുള്ള സ്നേഹമൂത്ത് വട്ടായതാണ്. എന്ത് പറഞ്ഞു ചെന്നാലും അമ്മ എന്ന വാക്കാണ് ആദ്യം ആ വായിൽ നിന്ന് കേൾക്കുന്നത്. എന്തായാലും ബോസിന്റെ എല്ലാമായ അമ്മയെ നമുക്കിന്ന് കാണാലോ. പുള്ളിയുടെ ഐശ്വര്യമായ അമ്മയെ നമുക്കൊന്ന് പരിചയപ്പെടാടോ. എന്തേ? ഓ, ഒരമ്മയും അയാളും ലോകത്താർക്കും ഇല്ലാത്ത പോലെ. ഒരു ദിവസം പോലും നേരത്തെ പോകാൻ പറ്റില്ല. നാശം. എന്തായാലും 12 മണിയാകുമ്പോൾ എനിക്ക് ഡേ കെയറിലെത്തണം. മനസ്സിലായോ ആദിക്ക്? നീ എൻ്റെ ഭാര്യയാണ്. എൻ്റെ അച്ഛനാവാൻ നോക്കല്ലേ. മനസ്സിലായോ? പോ. ഓ, ഈ മനുഷ്യൻ്റെ ഒരു കാര്യം. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ശരി സാർ. എല്ലാം റെഡിയാണ്. അതെ, കോൺഫറൻസ് ഹോളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ സാർ. ഇന്ന് എന്തായാലും അയാളുടെ അമ്മയെ കണ്ടിട്ടേ വേറെ പരിപാടിയുള്ളൂ. ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും അവരുടെ അമ്മ വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ അമ്മയെ ഓർക്കാൻ ഒരു പ്രത്യേക ദിവസത്തിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി ഒരു ദിവസം ആഘോഷിക്കാന്ന് പറയുമ്പോൾ അതൊരു സ്പെഷ്യൽ തന്നെയാണ്. നമ്മളെല്ലാവരും കാണാൻ കൊതിച്ചിരിക്കുന്ന ആ അമ്മയെ നമുക്കിന്ന് പരിചയപ്പെടാം. ആ അമ്മയുടെ മോനായ നമ്മുടെ എല്ലാമായ ജോൺ സക്രിയ സാർ ഇനി നമ്മോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മദേഴ്സ് ഡേ. നമ്മുടെയൊക്കെ അമ്മമാർക്ക് വേണ്ടിയുള്ള ദിവസമാണല്ലോ. ഈ ദിവസം എവിടെ നോക്കിയാലും
അമ്മയെക്കുറിച്ചുള്ള വർണ്ണനകൾ മാത്രം. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കാറുണ്ടോ? ഇയാൾ തുടങ്ങിയല്ലോ. എന്തായാലും എൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങൾ ഓരോ ദിവസവും ചോദിച്ചു മനസ്സിലാക്കി ഞാൻ നിറവേറ്റി കൊടുക്കാറുണ്ട്. സാറ് അമ്മ എവിടെ? ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വരും. നിങ്ങളാരും ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. നിങ്ങൾ നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കാറുണ്ടോ? അമ്മയെ ചീത്ത വിളിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ മറഞ്ഞു നിന്ന് എന്നെ കളിയാക്കിയവരാണ് നിങ്ങളിൽ പലരും. എനിക്ക് നന്നായി അറിയാം, അമ്മയുള്ളവർക്ക് ഒരിക്കലും അമ്മയുടെ സ്നേഹം തിരിച്ചറിയാൻ കഴിയില്ല. ഹാ, അങ്ങനെ പറയല്ലേ സാറേ. ഞങ്ങൾക്ക് അച്ഛനും അമ്മയൊക്കെ ഉള്ളവർ തന്നെയാ. ആദിയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ അറിയോ? ശേഖർ, നിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ എന്താ? വാമേ, എൻ്റെ ഉയർച്ചയും എൻ്റെ ഐശ്വര്യവും എൻ്റെ അമ്മ തന്നെയാ. എൻ്റെ എല്ലാമായ അമ്മ 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. എല്ലാ മക്കൾക്കും എൻ്റെ നമസ്കാരം. ഇവൻ എന്നെപ്പറ്റി കൂടുതൽ പൊക്കി പറഞ്ഞു കാണും അല്ലേ? ഇവൻ ഇങ്ങനെയാ. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ 10 മടങ്ങ് എനിക്ക് അവനെ ഇഷ്ടമാണ്. മദേഴ്സ് ഡേക്ക് അമ്മ വരണം. എല്ലാവർക്കും അമ്മയെ കാണാൻ ആഗ്രഹമുണ്ട്. 2 വാക്ക് സംസാരിക്കണം. ഇവൻ്റെ നിർബന്ധം എന്നെ നിങ്ങളെ മുന്നിൽ എത്തിച്ചത്. അമ്മയ്ക്ക് മക്കളെല്ലാം ഒരുപോലെയാണ്. എനിക്ക് ഇവൻ മാത്രമല്ല, ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും എൻ്റെ മക്കളാണ്. നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. ഒരിക്കൽ ആകെയുള്ള ഒരാൺതരിയെ ഒരമ്മയും സ്നേഹിക്കാത്തതുപോലെ ആ അമ്മ അവനെ സ്നേഹിച്ചു. സ്വന്തം കാലിൽ നിൽക്കാറായ ആ മകൻ ആ അമ്മയുടെ വാക്കുകൾ ധിക്കരിച്ച് എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. അമ്മയുടെ വേദവാക്യം അവന് പരാജയം സംഭവിക്കുമെന്ന് അവൻ ധരിച്ചു. അമ്മയുടെ സാന്നിധ്യം അറപ്പും വെറുപ്പുമാണെന്ന് അമ്മയുടെ മുഖത്ത് നോക്കി ആ മകൻ പറഞ്ഞു. ചുമക്കാൻ പാടില്ല, തുപ്പാൻ പാടില്ല, ഒന്ന് ചിരിക്കാൻ പാടില്ല. ആഹാരം കഴിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നു. 10 മാസം ചുമന്ന് നടന്ന് അവന് ജന്മം കൊടുത്ത ആ അമ്മയുടെ മനസ്സൊന്ന് പിടഞ്ഞു. ഒരു ദിവസം ഒരു റൂമിലേക്ക് ആ അമ്മയെ കൊണ്ടുപോയി. ഇനി ഈ റൂമാണ് നിങ്ങളുടെ ലോകമെന്ന് ആ മകൻ പറഞ്ഞു. അങ്ങനെ ആ അമ്മ ആ റൂമിൽ ഒരു കുറ്റവാളിയെ പോലെ തടങ്കലിലാവുന്നു. ഒടുവിൽ ഓൾഡ് ഏജ് ഹോം. മോനെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്റെ സ്വന്തം മകനാണെന്ന്. എന്നാൽ ഇതെന്റെ സ്വന്തം മകനല്ല. ഇപ്പോൾ എനിക്ക് ആത്മാർത്ഥമായി ഹൃദയത്തിൽ തൊട്ട് അമ്മയെ എന്ന് വിളിക്കുന്ന ഒരു മകനുണ്ട്. ഞാൻ എന്റെ അമ്മയെ സ്വന്തമാക്കാൻ ആ വൃദ്ധസദനമേ സ്വന്തമായി വാങ്ങിയ എന്റെ മോൻ. എന്റെ പൊന്നുമോൻ. ഞാൻ ജന്മം കൊടുത്തില്ലെങ്കിലും എനിക്കിനി ഇവനാണ് എല്ലാം. എല്ലാം ഇവനാണ്. എന്റെ മോനെ, എന്റെ പൊന്നുമോൻ. അമ്മയെന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കാൻ ഒരാളുള്ള ഒരു മക്കൾക്കും അവരുടെ വില അവർ ജീവിച്ചിരിക്കുന്ന സമയം തിരിച്ചറിയാൻ കഴിയില്ല. വീട്ടിൽ നിന്ന് യാത്ര പോകുമ്പോൾ വാതിലിൽ നോക്കി നിന്ന്
സൂക്ഷിച്ചു പോകണമെന്ന് പറയാൻ എനിക്കൊരമ്മയില്ലായിരുന്നു. യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് മൊബൈലിൽ വിളിച്ച് എവിടാന്ന് ചോദിച്ചുകൊണ്ടിരിക്കാൻ എനിക്കൊരമ്മയില്ലായിരുന്നു. രാത്രിയിൽ എത്ര വൈകിയാലും ഭക്ഷണം വിളമ്പി കാത്തിരിക്കുന്ന ഒരമ്മ എനിക്കില്ലായിരുന്നു. തെരുവിലേക്ക് എറിയപ്പെട്ട ബാല്യമായിരുന്നു എൻ്റേത്. എൻ്റെ ലോകം എൻ്റെ ഈ അമ്മയാ. എന്നെ വേണ്ടെന്ന് പറഞ്ഞ് അനാഥനാക്കല്ലേ അമ്മേ. എനിക്ക് വേണോ ഈ അമ്മയെ? മോനെ, ഇനി നിങ്ങളെ നോക്കാൻ എനിക്ക് കഴിയത്തില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദേ ഇവിടെ കിട്ടും. ഇനിയുള്ള കാലം ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞാൽ മതി. മനസ്സിലായ? ചെയ്യല്ലടാ മോനെ. അമ്മ അവിടെ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കഴിഞ്ഞോളാടാ മോനെ. നീ എന്നെ ഇവിടെ കൊണ്ടുവന്നിടല്ലേടാ പൊന്നു മോനെ. അങ്ങോട്ട് നടക്കുക. മോനെ, അയ്യോ വേണ്ട മോനെ, എന്റെ പൊന്നു മോനല്ലേടാ. വേണ്ട മോനെ, വേണ്ടടാ. അമ്മയുടെ പൊന്നു മോനല്ലേടാ. വേണ്ട. ഞാനൊരു മകന് ജന്മം കൊടുത്തു. എന്നാൽ ദൈവമായി എനിക്കൊരു മകനെ തന്നു. ഇവനാണ് എൻ്റെ മകൻ.